അന്നെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും സിദ്ധാർത്ഥ അളിയാന്ന് വിളിച്ചത്. പക്ഷെ നമ്മൾ ഈ കാര്യം ഇപ്പൊ വീട്ടിൽ പറയില്ലെന്ന് ഡിസിഷൻ എടുത്തതല്ലേ. അപ്പൊ ഈ കപ്പ് മാറ്റി വെക്കണം. ദിസ് ഹൈഡ് ആൻഡ് സീക്ക് ഈസ് ഫൺ. Stretch. വാണി, കൈ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. അല്ലാതെ നിനക്ക് തോന്നുന്ന പോലെ കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടേക്ക് ആരാ ഒബ്സർവ് ചെയ്യുന്നത്? എന്റെ കൈ ചെറുതാന്ന് വിചാരിക്കും. അങ്ങനൊന്നും നടക്കില്ലടി. ഓൺലൈനായിട്ട് ഡാൻസ് ക്ലാസ് എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം പെർഫെക്റ്റ് ആവണം. ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വിടുന്നേ. നീ എന്തിനാ ഇത്രയൊക്കെ ടെൻഷൻ ആവുന്നേ? ലൈവ് ക്ലാസ്സിൽ നീ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നേ? നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അത് നോക്കി പഠിച്ചോന്ന് പറയുന്നതല്ല. നമ്മൾ തന്നെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കണം. ഉള്ള എന്താണോ കിട്ടുന്നത് അത് നമ്മൾ പിടിച്ചു വാങ്ങണം. അതും ഈ കാലത്ത് നമ്മൾ ഡാൻസ് ക്ലാസ് ചെയ്യുന്നത് കുറച്ച് കാശുണ്ടാക്കാനാ. കുറച്ച് ചെറിയ സ്റ്റെപ്പൊക്കെ തെറ്റിയാ ആര് കെയർ ചെയ്യാനാ? ആര് കെയർ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കലയെ പറ്റി നമുക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എല്ലാത്തിനും വർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കലയെ അങ്ങനെ തോന്നുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. നീ ഡാൻസ് ക്ലാസ് വിട്ടിട്ട് ഫിലോസഫി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലത്. നന്നായിട്ട് വർക്കൗട്ട് ആവും. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പറയുന്ന പോലെ ചെയ്. കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 എന്നിട്ടിങ്ങനെ. Then turn. കൈ മുഴുവനായി സ്ട്രെച്ച് ചെയ്യണം. എന്നിട്ടിങ്ങനെ ടേൺ. പിന്നെ വീണ്ടും ഇങ്ങനെ. പിന്നെ ഒരു ടേൺ. വീണ്ടും ഇങ്ങനെ. One, 2. വാണി, ഇങ്ങനെ. 1, പിന്നെ ടേൺ. 3, 4. വാണി, ഡാൻസ് ചെയ്യുമ്പോ ബോഡിയും മൈൻഡും കൺട്രോളിലായിരിക്കണം. നിന്റെ ബോഡി മാത്രം ഇവിടെ ഉള്ള, മൈൻഡ് ഇല്ല. സത്യം, ഞാനിവിടെ ഉണ്ട്, പക്ഷെ ഞാനിവിടെ ഇല്ല. അതെ, എനിക്കൊരു ചെറിയ ഇന്റർവ്യൂ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ട് കഴിച്ചോളാം അമ്മയോട് പറഞ്ഞേക്ക്. ഏയ്, ആരടി അവൻ? എന്റെ അപ്പൂപ്പൻ. അതല്ല നീ എന്തിനാ അറിയുന്നേ? മര്യാദക്ക് ഡാൻസ് കളിച്ചേ. അവൻ അപ്പൂപ്പനാണേലും കാണാൻ ഹാൻസ് ആടി. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി മുതൽ ഡാൻസ് പ്രാക്ടീസ് നിന്റെ വീട്ടിൽ തന്നെ ചെയ്യണം. അതും 1 hour എക്സ്ട്രാ. ഇനി എന്താ ആലോചിക്കുന്നേ? ഇപ്പൊ ടെൻഷനൊന്നും ഇല്ലല്ലോ. നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ അമൂല്യോട് തുറന്നു പറഞ്ഞില്ലേ? അവക്കും ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താടാ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കുന്നത്? ഞാൻ എന്റെ ലൈഫിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടേ ഇല്ല. പ്രപ്പോസ് ചെയ്തിട്ടും എന്റെ മനസ്സിലുള്ള ഫീലിംഗ് പോയിട്ടേ ഇല്ല. അത് അനുഭവിച്ചറിയണം. I love you. ഞാൻ എന്താ
എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയില്ലേ വേദാന്ത്. അറിയാം, പക്ഷെ ഞാൻ പറയില്ല. നീ പറയൂ അമൂല്യ. I love you too വേദാന്ത്. I love you too വേദാന്ത്. പേടിപ്പിക്കാൻ നീ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാ ഞാൻ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക? ഈ വേദാന്ത് മേനോൻ അങ്ങനെ ആരുടെ മുന്നിലും പേടിക്കാത്ത ആളാന്ന് അറിയില്ലേ? ആ വന്നോ അമ്മുക്കുട്ടി? താനാണോ? ഇതെന്താ ബോസ് ഇങ്ങനെ ചോദിക്കുന്നത്? മുൻപൊക്കെ വന്നതിന് ശേഷമേ വഴക്ക് പറയുള്ളൂ, ഇപ്പതാ വരുന്നതിന് മുൻപേ വഴക്ക് പറയുക. ഈ സുമേഷിനെ നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടതായോ ബോസ്? സുമേഷ് just shut up. പോടാ അവിടുന്ന്. അമൂല്യ വിളിക്ക്. തൽക്കാലം സദാശിവന്റെ ജ്ഞാനം അതാണെന്നത് പോലെ വേദാന്തിന് അമൂല്യയുടെ തന്നെ ജ്ഞാനം എന്നുള്ള കണക്കിന് മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്താടോ പിന്നെ തെറി വിളിക്കണോ? പറഞ്ഞു കേട്ടില്ലേ? പോയി അമൂല്യ വിളിക്കാൻ. ബോസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തലക്കിട്ട് അടി കിട്ടിയിട്ടുണ്ട്. ലോങ് ടൈം മെമ്മറി ലോസ് ഗജനിയെ പോലെ ആയിരിക്കുക. എന്താടോ രാവിലെ തന്നെ പൊട്ടത്തരം പറയാൻ കയറി വന്നാണോ? വെറുതെ സംസാരിച്ചു നിന്ന് ജോലി ചെയ്യാണ്ടിരിക്കാൻ നോക്കണ്ട. അമൂല്യെ പോയി വിളിക്കാൻ. ഇതിനാ ബോസ് ഞാൻ അങ്ങനെ പറഞ്ഞേ. അമൂല്യ മേഡം ഇനി മുതൽ ജോലിക്ക് വരില്ല. അവരുടെ ജോലിയും കൂടെ നീ ചെയ്യും സുമേഷ് എന്ന് ബോസല്ലേ എന്നോട് പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ അമൂല്യ വിളിക്കുന്ന പറഞ്ഞ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി കൃഷ്ണനെ പോലെ വിളിച്ചോണ്ട് വരേണ്ടി വരും. അമൂല്യ മേഡത്തിന്റെ പോസ്റ്റിന് ഇന്റർവ്യൂ വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് കാൻഡിഡേറ്റ് വന്നപ്പോ ആരെയും ആവശ്യമില്ല, അമൂല്യ വരുന്നവരെ ആ പൊസിഷനിൽ വേറെ ആരും വേണ്ടാന്ന് ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ടിപ്പോ വീണ്ടും അമൂല്യ മേഡത്തിനെ വിളിക്കാൻ പറഞ്ഞ നിങ്ങളുടെ അല്ല ബോസ്, എന്റെ തല ഇങ്ങനെ പൊട്ടി ബ്ലാസ്റ്റ് ആയി പോകുന്നത്. അയ്യോ ദൈവമേ, ഇന്ന് ഈ കണ്ണിൽ ഞാൻ എന്തൊക്കെ കാണണം. ഇങ്ങനെ പോയാ കോമഡി പീസ് പോലും ചിരിക്കുന്നത് എന്നെ നോക്കിയിട്ടായിരിക്കും. അയ്യോ എന്താ മോളെ, വയറ്റിലുള്ള കുഞ്ഞിനെ പറ്റിയാണോ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല മുത്തശ്ശി, വയറ്റിലുള്ള കൊച്ചിന്റെ ബുദ്ധി പോലും ഇല്ലാത്ത വേദാന്ത് ചേട്ടനെ പറ്റി ആലോചിച്ചത്. അതെന്താ മോളെ, നിന്റെ അഭിപ്രായത്തില് വേദാന്ത് എന്താ പൊട്ടനാണോ? ഞാൻ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞത് മുത്തശ്ശി. അതിലവൻ ദൈവത്തിനാണ്, ബുദ്ധിയുള്ളവനല്ല. അവൻ ഇന്നും പ്രേമത്തിന്റെ കാര്യത്തിൽ കുഞ്ഞാണ്. പക്ഷെ അവന് പ്രേമത്തിന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ടെന്നാണ് എന്റെ തോന്നല്. ഇല്ല മുത്തശ്ശി, എന്തോ മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാ? മുത്തശ്ശി, എന്റെ ചേട്ടൻ എന്തായാലും അമ്മുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇനി അമ്മ അവനെ ലവ് ചെയ്യുന്നുള്ളത് ന്യൂസ് പേപ്പറിൽ വരാൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇവരെ രണ്ടുപേരും ലവ് സ്റ്റോറി ഓപ്പൺ സീക്രട്ട് പോലെയാ. ആ അതുകൊണ്ടാ പറഞ്ഞത് വേദാന്തിന് പ്രേമത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന്. പ്രശ്നമൊന്നും അവിടെ അല്ല മുത്തശ്ശി. അവരെ മനസ്സൊന്ന് തുറക്കാൻ വേണ്ടി ഞാൻ തന്നെ അറേഞ്ച്മെന്റ് ചെയ്തത്. പക്ഷെ അതും വർക്കൗട്ട് ആയില്ല. അയ്യോ, അതിനെന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? അവര് രണ്ടുപേരും ജനിച്ചത് തന്നെ ഒന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇവൻ അവളെന്നും അവൾക്ക് ഇവനെന്നും എന്നേ തീരുമാനിച്ചതാണ്. ഇപ്പൊ ഈ കാര്യത്തിലൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല മുത്തശ്ശി. മിണ്ടാതിരിക്കും മോളെ. അവര് രണ്ടുപേരും കാണിക്കുന്ന കണ്ടാ തന്നെ മനസ്സിലാവില്ലേ അവരുടെ കല്യാണം അങ്ങ് ദേവലോകത്തിൽ വെച്ചേ തീരുമാനിച്ചതാണെന്ന്. നമ്മൾ എന്തായാലും മണ്ഡപം ബുക്ക് ചെയ്യുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് പോലും എനിക്കില്ലല്ലോ മുത്തശ്ശി. നിന്റെ സിദ്ധാർത്ഥിന്റെയും കല്യാണം ആരതിയുടെയും വിക്കിയുടെയും പ്രേമത്തിന് കാരണമായി. പിന്നെ ആരതി വിക്കി സ്നേഹിച്ചതുകൊണ്ട് അവരെ ഒന്നാക്കാൻ വേണ്ടി വേദാന്തും അമൂല്യം പെട്ട കഷ്ടപ്പാട്, അവരെ രണ്ടുപേരെ ഒന്നാക്കാൻ വേണ്ടി ആ ദൈവം തന്നെ ഉണ്ടാക്കിയ പ്ലാൻ ആയിരുന്നില്ലേ അത്? നിങ്ങൾ അവരെ കല്യാണം നടന്നതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് നടക്കുമെന്ന് ഒരു സൂചന എനിക്കില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് എല്ലാരും പറയുന്നത് എന്തിനാണെന്ന് നീ പറ. ഇതിനാണ്.
എപ്പോ എന്താണോ നടക്കേണ്ടത് അത് നടന്നിരിക്കും. ഇതെല്ലാം നമ്മുടെ കൺട്രോളിലാണെന്ന് വിചാരിച്ച് നമ്മളിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല എന്റെ മോളെ. അവരവരായിട്ട് സ്വയം മനസ്സിലാക്കി എന്തെങ്കിലും ഒന്ന് നടക്കുമെന്ന് വിചാരിച്ച എന്റെ വയറ്റിലുള്ള കൊച്ചു വളർന്ന് വലുതായി, അതിന് കല്യാണമായി, മക്കളായി, അവരുടെ രണ്ടുപേരുടെയും തലയിലുള്ള മുടി വെളുത്താലും കണ്ണിൽ കണ്ണുവെച്ച് കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ കരുതി നമുക്ക് നിർബന്ധിച്ച് അവരെ ഒന്നാക്കാൻ പറ്റുമോ? അതങ്ങനെയല്ല. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, പറയട്ടെ? എന്താ മുത്തശ്ശി? നമുക്ക് പണ്ടത്തെ പോലെ അവനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ച് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ കൊണ്ടുവന്ന് അവനെ ഒന്ന് കാണിച്ച് ചോദിച്ചാലോ? അയ്യോ അമ്മൂമ്മേ, നിങ്ങളുടെ നേരെ കല്യാണത്തിലേക്കാ പോയേ. അതിനു മുന്നേ അവര് രണ്ടുപേരും എല്ലാം റിയലൈസ് ചെയ്യണ്ടേ മുത്തശ്ശി? അവൻ അപ്പോഴും അമ്മൂന്നാ പറയുന്നേ, ഇപ്പോഴും അമ്മൂന്ന് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. ആദ്യം അവന്റെ വാഗോണ്ട് എന്നെ ഇത് സമ്മതിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം. അതൊക്കെ വിട്. ആലോചിക്കാന്നേ, ഇപ്പൊ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക. എഴുന്നേക്ക്. ഇമാജിൻ ചെയ്യുന്നതിനും ആഗ്രഹിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി, വേദാന്തിന്റെ ലൈഫ് എന്റെ ഉള്ളം കയ്യിലായിരിക്കും. ഈ ജന്മത്ത് അവർ രണ്ടുപേരും ഒന്നാകാൻ ഞാൻ അനുവദിക്കില്ല. ഒരു സഹായം ചെയ്യാമോ മോളെ? എന്താ അച്ഛാ? നിന്റെ അമ്മ വരുമ്പോഴേക്കും റൂമിലെ ബുക്സിന്റെ കബോർഡ് ക്ലീൻ ചെയ്ത് വയ്ക്കാന്ന് പറഞ്ഞിരുന്നു. അവളാണ് ഈ വരാറുമായി. നീയും കൂടി സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പണി പെട്ടെന്ന് തീർക്കാം. എന്താ അച്ഛാ? എന്താ ഇത്രയ്ക്ക് അർജന്റ്? അർജന്റ് ഒന്നുമില്ല മോളെ, എനിക്കിപ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്റെ അമ്മയൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചാണ് മോളെ. പക്ഷെ അതൊന്നും നടന്നില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഇന്ന് അവള് വരുമ്പോഴേക്ക് പണിയൊക്കെ തീർക്കാന്ന് കരുതി. ഇനി ഇതും ചെയ്തില്ലെങ്കിൽ അവള് പഴമ്പാട്ട് തുടങ്ങും അങ്ങോട്ട്. അതുകൊണ്ടാ. ഹെൽപ്പ് ചെയ്യാനൊന്നും എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. പക്ഷെ അത് ഓഫീസോ? നീ അവിടുന്ന് റിസൈൻ ചെയ്തല്ലേ മോളെ? പിന്നെ ഏത് ഓഫീസ്? അത് നീ തന്നെയല്ലേ പറഞ്ഞത്? നീ ഫ്രീ ആയിരിക്കുന്ന കരുതിയിട്ടാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഓഫീസിലേക്ക് പോകുന്നത് ജോലി ചെയ്യാനല്ല അച്ഛാ, വേദാന്തിനെ കാണാനാ. ഇത് ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയാ? സാരമില്ല മോളെ, നിനക്കെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലേ നീ പോയിട്ട് വേ, ഞാൻ ചെയ്തോളാം. അച്ഛാ ഒരു മിനിറ്റ്. ബോസിന് പെട്ടെന്ന് ദേഷ്യം വരുന്നത് കണ്ടിട്ടുണ്ട്, വിചിത്രമായി പെരുമാറുന്നതും കണ്ടിട്ടുണ്ട്, പെൺകുട്ടികളെ വഴക്ക് പറയുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ജോലിക്കാര്യത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ബോസ് എന്താ ഇങ്ങനെ വല്ലാതെ വിചിത്രമായിട്ട് പെരുമാറുന്നുണ്ടല്ലോ? ഇത്രയും വർഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് പോലും സംശയം തോന്നുന്ന രീതിയിൽ മാറിയിരിക്കുന്നല്ലോ. എന്നാലും എന്തായിരിക്കും വിശേഷിച്ച്? വിക്കി ബോസ് നിങ്ങളായിരുന്നോ? ഞാൻ കരുതി ബോസ് വന്നതാണെന്ന് പേടിച്ചു പോയി. എന്റെ സുമേഷേ, ദിവസം മുഴുവൻ നീ ബോസിന്റെ കൂടെ തന്നെയല്ലേ, പിന്നെ എന്തിനാ ബോസ് എന്ന് പറയുമ്പോ ഇങ്ങനെ ഷോക്കാവുന്നേ? ബോസിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബോസ് കയറി വന്ന ആരായാലും ഷോക്കായി പോകത്തില്ലേ വിക്കി ബോസെ? നീ എന്താ പറയാമെന്നേ? വഴക്ക് പറഞ്ഞല്ലേ? അയ്യോ, ഞാനാണ് സത്യം, വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷേ ബോസ് വല്ലാതെ മാറിയിരിക്കുന്നു. എന്താണ് കാരണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. എന്താ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ വിക്കി ബോസെ? അതെനിക്കും തോന്നിയിരുന്നു. ഞാൻ ആ മാറ്റങ്ങളൊക്കെ ഇന്നലെ തന്നെ ശ്രദ്ധിച്ചതാ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ പൂജ കഴിഞ്ഞ് വരുന്ന സമയത്ത് നൈറ്റ് ഒരുപാട് ലേറ്റ് ആയതാ. എന്നാ ചേട്ടൻ മാത്രം വളരെ നല്ല മൂഡിലായിരുന്നു. ഓ, അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയ അസുഖമാണ് അല്ലേ? അത് ശരി. എന്താ സുഖോടാ? എനിക്ക് തോന്നുന്നു ബോസിനും ബോസിന്റെ പെരുമാറ്റത്തിനും അമൂല്യ മേഡവുമായി എന്തൊക്കെയോ ലിങ്ക് ഉണ്ടെന്ന്. എന്നെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ഡാർലിംഗ്? ഡാർലിങ്ങോ? ഡാർലിംഗ് എന്താ പ്രശ്നം? അവനിപ്പോ ഒഫീഷ്യലായിട്ട് എന്റെ ചെറുക്കനാ. എന്റെ ചെറുക്കനെ എനിക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ആരാ ചോദിക്കാനുള്ള? ഈ കഴുത ഓഫീസിലേക്ക് വരില്ല, വിളിച്ചാണെങ്കിൽ ഫോൺ എടുക്കില്ല. ഒന്ന് ഫോൺ എടുക്കാമോ? ഹലോ
Amulya Vedant here. Hello? 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 അയ്യോ കേക്കുന്നില്ലേ? ആ ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ കള്ളച്ചെറുക്കൻ ഇപ്പൊ എന്നെ കുറിച്ച് ഓർത്തത്? ഓഫീസിൽ പണിയൊന്നുമില്ലേ? അതെങ്ങനെയാണാവോ ദ ഗ്രേറ്റ് വേദാന്ത് മേനോൻ ഈ സമയത്ത് ഫ്രീ ആയത്? ഫ്രീ ആയതൊന്നുമല്ല, ഞാനായിട്ട് ആക്കിയതാ. എന്താണാവോ കാര്യം? നിന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെ. ഇതിപ്പോ ഞാൻ വിശ്വസിക്കണോ? എന്നുവെച്ചാ ഞാൻ നുണ പറയാണെന്നാണോ? ആർക്കറിയാം, നിനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വിളിച്ചേ. എക്സ്ക്യൂസ് മീ, ഇനിയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്നലെ വരെ ഉള്ളത് ഇന്നലെ, ഇന്നത്തെ കാര്യമൊക്കെ വേറെയല്ലേ? എന്ത് കാര്യം? സ്നേഹത്തിന്റെ കാര്യം. ഓ, നിന്നെ കൊണ്ട് തോറ്റല്ലോ. എന്തു പറഞ്ഞാൽ അവസാനം നീ അമൂല്യായിട്ടങ്ങ് ലിങ്ക് ചെയ്ത് കളയല്ലോ. ചേട്ടൻ ഒരുപാട് ചേഞ്ച് ചെയ്ത് സത്യം തന്നെ. പക്ഷെ എല്ലാ മാറ്റത്തിനും അമൂല്യാണ് കാരണം എന്ന് പറഞ്ഞാ അത് കള്ളമല്ലേ? അയ്യോ വിക്കി ബോസേ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നലെ നടന്ന ചില സംഭവ വികാസങ്ങളെ പറ്റി അറിഞ്ഞാൽ നിങ്ങൾക്കും അതേ ഡൗട്ട് തോന്നും. സംഭവ വികാസങ്ങളോ? ഇന്നലെ അമൂല്യ മേഡം എന്നെ വിളിച്ച് ബോസ് പുറപ്പെട്ടോ എന്ന് ചോദിച്ചിരുന്നു. എപ്പോഴും അവരങ്ങനെ എന്നോട് ചോദിക്കാറൊന്നുമില്ല. ഇന്നലെ അവര് ബോസിന്റെ എല്ലാ മൂവ്മെന്റ്സും ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. അവര് ബോസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അവിടെ എന്തെങ്കിലും... ഒരു മിനിറ്റ്. ഒറ്റയ്ക്ക് നിന്ന് വല്ലാണ്ട് അങ്ങോട്ട് നാണിക്കണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൺമുന്നിലേക്ക് വരാൻ നോക്ക്. ഇത്ര ചെറിയ കാര്യത്തിനൊന്നും മാറി നിൽക്കുന്ന ആളല്ല ഞാൻ. റൗഡി ബേബി എന്നാ ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ പണ്ടേ അങ്ങനെയാ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ഞാനേ മറ്റുള്ളവരെ പോലെയല്ല, അറിയാലോ. ഈ ഡയലോഗൊക്കെ നേരിട്ട് വന്ന് പറയാൻ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുന്നിലെന്ന് പറയുമ്പോ എവിടെ വരണം? വേറെ എവിടേക്കാ? ഞാനുള്ളിടത്തേക്ക്, ഐ മീൻ ഓഫീസിൽ. ഓഫീസിലേക്കോ? ഞാൻ എന്തിനു വരണം? ഞാൻ വരില്ല. വരില്ല എന്നോ? എന്താ വരാത്തെ? എന്താണെന്ന് വെച്ചാ എനിക്ക് അവിടെ എന്താ ജോലി? ഞാൻ നിന്റെ എംപ്ലോയി ആണോ അതോ നിന്റെ കമ്പനി വെണ്ടറാണോ? എന്നെ ആവശ്യമില്ലാത്തോടത്ത് ഞാൻ കാല് പോലും കുത്തില്ല, അറിയോ? എനിക്ക് പോളിസിയും പ്രിൻസിപ്പൾസും ഒക്കെ ഉണ്ട്. നീ ഇനി എംപ്ലോയി ആയിട്ടും വരണ്ട, വെണ്ടർ ആയിട്ടും വരണ്ട, ഫാമിലി മെമ്പർ ആയിട്ട് വാ. അതൊന്നും നടക്കില്ല കുട്ടി. നമ്മള് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ നിന്റെ ഫാമിലിയും അല്ല. റിലേറ്റീവ് ആയിട്ട് വരാലോ. എന്തിന്? മറ്റുള്ളവര് നമ്മളെ രണ്ടുപേരെയും ചേർത്ത് അവളൊരു കൊള്ളില്ലാത്ത പെണ്ണാണെന്ന് പറയിപ്പിക്കാനാണോ? ദിസ് ഇസ് ടു മച്ച് അമൂല്യ. എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നീ ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ. അല്ല, നിനക്ക് എന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് വന്നൂടെ? ബോസിന് ഗേൾഫ്രണ്ട് ഉണ്ടാവാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഞാനും നീയും ലവേഴ്സ് ആണെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യം. നാട്ടിൽ ഇതുവരെ പാട്ടായിട്ടുമില്ല. നാട്ടില് മുഴുവൻ എല്ലാരും ഈ കാര്യം അറിയിച്ച് നാണം കെടാനൊന്നും എനിക്ക് പറ്റില്ല. ഡാം ഇറ്റ്. എന്ത് പറഞ്ഞാലും തറുതല പറയാൻ നിനക്കറിയാലോ. ഞാൻ എന്തൊരു സൈലന്റ് കുട്ടിയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്റെ ലൈഫിലേക്ക് വന്നിട്ടാ എനിക്ക് വഴക്കാളി എന്നുള്ളൊരു പേര് വാങ്ങി തന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ, അത്രേ ഉള്ളൂ. നീ വരണം. ആഹാ, അത് കൊള്ളാലോ. നീ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ നിന്റെ എംപ്ലോയി ഒന്നും അല്ല, നിന്റെ പെണ്ണ. ലവില് ലേഡീസാ ബോസ്. പെൺകുട്ടികൾ പറയും, ആൺകുട്ടികൾ അനുസരിക്കും. പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെയാ. അത് മാത്രല്ല, റൗഡി ബേബിയുടെ അടുത്ത് റൗഡീസ് ഒന്നും നടക്കില്ല. കള്ളച്ചെറുക്ക. എന്നെ അഹങ്കാരി എന്ന് പറയാറില്ലേ? അത് ഞാനല്ല, നീ തന്നെ. നീ ഒരു അഹങ്കാരി കഴുത തന്നെയാ. ഞാൻ നല്ല മൂഡിലാ വിളിച്ചത്. എന്നോട് വഴക്കിട്ട് ഇപ്പൊ എല്ലാം നശിപ്പിച്ചില്ലേ നീ? Damn it. കറക്റ്റാ സുമേഷേ, എനിക്കിപ്പോ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യുമ്പോ എല്ലാം തമ്മിൽ എന്തോ ബന്ധം വരുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ കോഡ് ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് വിശദമായി പറയൂ വിക്കി ബോസേ. ആദ്യം ഇന്നലെ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് പൂജ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പൊ അമൂല്യ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ആ സമയം തന്നെ ചേട്ടൻ ഓഫീസിൽ നിന്ന് പോയെന്ന് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അത് തന്നെയല്ലേ? നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ ബോസും അമൂല്യ മേഡവും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നോ? അയ്യോ, എന്റെ ബോസ് ഒരു ബ്രഹ്മചാരിയായിരുന്നു. ഇന്നലെ അവിടെ എന്തെങ്കിലും... കുറച്ചെങ്കിലും നല്ല മനസ്സോടെ ശുദ്ധമായിട്ട് നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കണോ.
അവര് രണ്ടുപേരും മനസ്സിലുള്ളത് തുറന്നു പറയാൻ വേണ്ടിട്ടാ ആദ്യം ഇങ്ങനൊരു പണി ഒപ്പിച്ചത്. അപ്പൊ പിന്നെ അതല്ലേ നടക്കൂ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന്. അപ്പോ ഞാൻ വിചാരിച്ചത് തന്നെ നടന്നിട്ടുണ്ടാവുമോ? എന്താ കുഞ്ഞളിയ ഇവന്റെ കൂടെ ചേർന്ന് എന്തോ ഒരു ഗൂഢാലോചന. ഇവന്റെ മുഖത്തെ കള്ളലക്ഷണം കണ്ടിട്ട് എന്തോ തലപോകുന്ന കേസ് ഡിസ്കസ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ അളിയാ, ഇത് തല പോകുന്ന കേസൊന്നും അല്ല. സന്തോഷം കൊണ്ട് ഹാർട്ട് അടിച്ചു പോകുന്ന സിറ്റുവേഷനാ. ആണോ? അതെന്താ അത്ര വലിയ കാര്യം? അളിയാ, നിങ്ങൾക്ക് ചേട്ടനും വലിയ അളിയനായി. നീ എന്താ ഈ പറയുന്ന അളിയ? ഇന്നലെ ആദ്യം ഒരു കഥ പറഞ്ഞില്ലേ, ചേട്ടനെയും അമ്മൂനെയും പറ്റിയൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? പാവം പയ്യെ നന്നായിട്ട് എരികേറ്റിട്ടുണ്ട്. എന്റെ കള്ള ചെറുക്കൻ. ഈ ലവിലൊക്കെ ഇത്ര എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്റെ തലവിധി. പ്രേമിക്കുമ്പോഴല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാലും നിന്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല. തൊറുതല പറച്ചില്, വായാടി പെണ്ണ്, കഴുതക്കുട്ടി. നീ ഇനി എത്ര വഴക്കിട്ടിട്ടും കാര്യമില്ല. എന്നെ ബുദ്ധിമുട്ടിച്ചാലും പ്രശ്നമല്ല. നീ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. പാവം എന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടോ എന്തോ.